തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ CPM BJP സംഘർഷത്തിനിടെ ക്ഷേത്രത്തിൽ കടന്നുകയറി BJP പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച വട്ടിയൂർക്കാവ് SHO വിപിന് നിർബന്ധിത അവധി. SHO വിപിനോട് അവധിയെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് SHO മെഡിക്കൽ അവധിയിൽ പ്രവേശിച്ചത്. BJP CPM സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ വട്ടിയൂർക്കാവ് പോലീസിന് വീഴ്ചയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. പോലീസിനെതിരെയുള്ള മുൻ DGP ശ്രീലേഖയുടെ മുദ്രാവാക്യം വിളികളും നടപടി എടുത്തില്ലെങ്കിൽ കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ സമരമിരിക്കുമെന്നുള്ള ഭീഷണിക്കും ഫലമുണ്ടായി എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. BJP-ക്കാരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് മുൻ DGP-യും ഇപ്പോൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ R ശ്രീലേഖയുടെ നേതൃത്വത്തിൽ BJP വട്ടിയൂർക്കാവ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. ഈ സമയത്ത് രോഷാകുലരായ BJP പ്രവർത്തകർക്കൊപ്പം ശ്രീലേഖ വിളിച്ച മുദ്രാവാക്യങ്ങൾ വിവാദമായിരുന്നു. പോടാ പുല്ലേ പോലീസെ, കാക്കിയിട്ടൊരു ഗുണ്ടകളെ എന്നൊക്കെയാണ് ശ്രീലേഖ ആർത്തു വിളിച്ചത്. കാക്കിക്കുള്ളിൽ CPM എങ്കിൽ പോടാ പുല്ലേ പോലീസെ, പിണറായിയുടെ പോലീസെ, ഗോ ബാക്ക് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും ആവേശത്തോടെ തന്നെ ഈ സമയത്ത് ശ്രീലേഖ മുഴക്കി. ഇതോടെയാണ് മുൻ DGP തന്നെ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. മുൻ DGP പോലീസിനെതിരെ തിരിഞ്ഞതും മുദ്രാവാക്യം വിളിച്ചതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും പോലീസിലും ചർച്ചയായി. CPM നേതാവ് PK ശ്രീമതി ഉൾപ്പെടെയുള്ളവർ രംഗത്തു വന്നു. ദീർഘകാലം സേനയെ നയിച്ച വ്യക്തി പോലീസ് പുല്ലാണ് എന്ന് പറയുന്നതിലൂടെ സേനയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ശ്രീമതി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. പോലീസിലും എതിർപ്പ് ഉയർന്നിരുന്നു. പോലീസ് സംവിധാനം നയിച്ചയാൾ തന്നെ പോലീസിനെതിരെ തെറി പറയുന്നതിലുള്ള അമർഷമാണ് പോലീസിൽ നിന്നും ഉയർന്നത്. ഇതോടെയാണ് ശ്രീലേഖ FB കുറിപ്പിൽ മറുപടിയുമായി രംഗത്ത് വന്നത്. പോലീസ് സേനയിൽ ഇരുന്നപ്പോഴും തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാ പുല്ലേ എന്ന് പലപ്പോഴും മുഖത്തു നോക്കി വിളിച്ചിട്ടുണ്ടെന്നാണ് ശ്രീലേഖ FB കുറിപ്പിൽ പറഞ്ഞത്. ഗുരുതര തെറ്റുകൾ, അഴിമതി എന്നിവ ചെയ്യുന്ന പല പോലീസുകാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചിലരെ ഡിസ്മിസും ചെയ്തിട്ടുണ്ട്. പലർക്കുമെതിരെ കേസുകൾ എടുത്തിട്ടുമുണ്ട്. പല പോലീസുകാരും അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. അന്നൊന്നും ആരും, ഒരു രാഷ്ട്രീയ പോലീസ് അസോസിയേഷൻ നേതാവും എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണോ വിരമിച്ച ശേഷം ഇങ്ങനെ തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ഒരുത്തനെ പോടാ എന്ന് വിളിച്ചതിൽ ഇവരൊക്കെ തെറ്റു കാണുന്നത്? എന്തായാലും ചെയ്ത അപരാധത്തിന് വട്ടിയൂർക്കാവ് SHOയോട് അവധിയിൽ പ്രവേശിക്കാനെങ്കിലും നിർദ്ദേശിച്ചല്ലോ, നല്ല കാര്യം. DGP-ക്ക് പോലീസ് കമ്മീഷണർക്ക് നന്ദി എന്ന് പറഞ്ഞാണ് ശ്രീലേഖ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും വിമർശനം ഉയർന്നെങ്കിലും പോലീസിനെതിരെയുള്ള ശ്രീലേഖയുടെ തെറിവിടുക്ക് തന്നെയാണ് ഫലമുണ്ടായിരിക്കുന്നത്.